ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു മസാല പൗഡറാണ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ചിക്കൻ ടിക്ക അതുപോലെ തന്നെ തന്തൂരി ഐറ്റംസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു മസാല പൗഡർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 20 ഏലക്കായ, ഒരു വലിയ കഷ്ണം പട്ട, പിന്നെ ഒരു 18 ഗ്രാമ്പു, ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ജാതിക്ക ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് കൂടിപ്പോയാൽ നമ്മുടെ മസാലയുടെ ഫ്ലേവർ തന്നെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറിയൊരു പീസ് എടുത്താൽ മതി. ഇനി വേണ്ടത് മുഴുവൻ മല്ലി ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് 1 ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട്. ഇനി ഇതാദ്യം എല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ സ്പൈസസൊക്കെ ഇങ്ങനെ ഒന്ന് പൊട്ടണ ഒരു ശബ്ദം വരും, ആ ഒരു ടൈം വരെ നമുക്ക് വറുക്കണം. അപ്പോൾ ഈ കറുവപ്പട്ട ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വറുവായി കിട്ടും. അപ്പോൾ നമ്മുടെ മസാല ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ ഇതിലേക്ക് ചേർക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കസൂരി മേത്തി, അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്കത് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ തീ കത്തിച്ചിട്ടില്ല, ഈ പാനിൻ്റെ ചൂടുണ്ടല്ലോ ആ ചൂടിൽ തന്നെ നമ്മുടെ ഈ ഒരു മസാലപ്പൊടികളൊക്കെ വറുവായി കിട്ടും. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴാണോ ടിക്ക, തന്തൂരി ചിക്കൻ അതൊക്കെ കഴിക്കാൻ തോന്നുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു മസാലയും കൂടെ കൂട്ടിയിട്ട് ചെയ്തെടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് പെരുന്നാൾക്ക് വേണ്ടിയിട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.